എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. ജഗത് ജയപ്രകാശ് ആണ് കൂടെയുള്ളത്. ജഗത് നമസ്കാരം. നമസ്കാരം. ജഗത്, ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുന്നു. വളരെ തന്ത്രപ്രധാനമായ കാര്യമാണ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കപ്പെടുമെന്നും ഇന്ത്യയിലേക്ക് പുടിനെ സ്വാഗതം ചെയ്തുകൊണ്ടും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നും പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ആയിരുന്നു. അതായത് അമേരിക്കയോട് എങ്ങനെയുള്ള വിരട്ടലിനൊന്നും അങ്ങനെ മുഖം കൊടുക്കുന്നില്ല ഇന്ത്യ എന്ന് കൃത്യമായി അടിവരയിടുന്നതാണ് ആ പോസ്റ്റ്. എന്താണ് ട്രംപും പുടിനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നു? ഈ ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെ ഒബ്സർവ് ചെയ്യണം? കാര്യം അമേരിക്കയുമായി ഇനി ഒരു ചർച്ചയ്ക്ക് പോലും സാധ്യതയില്ലേ എന്നുള്ളതാണ്. ഇത് അമേരിക്കയായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് ഈ പോസ്റ്റ് കൊണ്ട് നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രംപിന് ഡയറക്റ്റ് മറുപടി ആയിട്ടാണ് ഈ പോസ്റ്റ്. അത് നമുക്ക് ആ വരികളുടെ ഇടയിൽ കൂടെ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആ പോസ്റ്റ് എടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാഡ് എ വെരി ഗുഡ് ആൻഡ് ഡീറ്റെയിൽഡ് കോൺവെർസേഷൻ വിത്ത് മൈ ഫ്രണ്ട് പ്രസിഡന്റ് പുടിൻ. അപ്പൊ മൈ ഫ്രണ്ട് എന്നുള്ള വാക്കാണ് അവിടെ ആ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എടുത്ത് നോക്കേണ്ടത്. കാരണം ഇതിനു മുന്നേ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ട്രംപിനെ ആയിരുന്നു. ഇപ്പൊ അത് മൈ ഫ്രണ്ട് എന്ന് പ്രസിഡന്റ് പുടിനെ വിളിക്കുന്നു. ഇതിനു മുന്നേ മോദി വിളിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല, നോക്കിയിട്ടില്ല. ചിലപ്പം അദ്ദേഹം വിളിച്ചിട്ടുണ്ടാമായിരിക്കാം. പക്ഷേ ഇന്നലത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മൈ ഫ്രണ്ട് പ്രസിഡന്റ് പുടിൻ എന്ന് പറയുമ്പോൾ തന്നെ അത് ശക്തമായിട്ടുള്ള, അതായത് ട്രംപിനെ ഉദ്ദേശിച്ച് മാത്രമാണ് ആ ഒരു പോസ്റ്റ് നമുക്കത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഐ താങ്ക്ഡ് ഹിം ഫോർ ഷെയറിംഗ് ദ latest developments on Ukraine. We also reviewed the progress in our bilateral agenda and reaffirmed our commitment to further deepen the India-Russia special privilege. അത് നമ്മൾ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ റഷ്യയുമായിട്ട് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ട്രീറ്റി പണ്ട് മുതലേ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴൊന്നുമല്ല, നമ്മളുടെ സൗഹൃദ രാഷ്ട്രം തന്നെയാണ്. സോവിയറ്റ് യൂണിയൻ ആയിട്ടിരുന്ന കാലം മുതൽ നമ്മൾ സൗഹൃദ രാഷ്ട്രമാണ്. സോവിയറ്റ് യൂണിയനിലെ നേതാക്കന്മാർ ഇന്ത്യയിലും ഇന്ത്യയിലെ നേതാക്കന്മാർ സോവിയറ്റ് യൂണിയനിലും വളരെ പ്രശസ്തരാണ്. അതിന്റെ തന്നെ ഒരു ഉദാഹരണമാണ് ഇന്ദിര എന്നുള്ള പേര് റഷ്യയിലുള്ള ഒത്തിരിയും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഉണ്ട്. കാരണം ആ ഇന്ദിരാഗാന്ധിയോടുള്ള ഒരു സ്നേഹത്തിന്റെയും നമ്മുടെ ഈ ഭാരതത്തിനോടുള്ള ഒരു താല്പര്യത്തിന്റെയും പ്രതീകമായിട്ടാണ് അവര് ഇന്ദിര എന്നുള്ള പേര്. പിന്നെ അതുമായിട്ടുള്ള നമ്മളുടെ സിനിമകൾ റഷ്യയിൽ വളരെ ഫേമസ് ആണ്. ഇപ്പൊ ഞാനിപ്പോ ഇന്ത്യ അല്ലെങ്കിൽ റഷ്യ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ അനാലിസിസ് ഒന്നും ഞാനിവിടെ നടത്തുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ അത് പണ്ടൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ പണ്ട് ഓർമ്മയുണ്ട് റഷ്യയിൽ പ്രിന്റ് ചെയ്ത വളരെ നല്ല കളർഫുൾ ആയിട്ടുള്ള കലണ്ടറുകളൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിൽ മാത്രമല്ല, എല്ലാ ആൾക്കാരുടെയും വീട്ടിൽ. എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും അല്ലായിരുന്നു. നമ്മൾ കുറച്ച് ഒരു കോൺഗ്രസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലി ആയിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ വീട്ടിലെ ഭിത്തിയില് റഷ്യയുടെ കലണ്ടറുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് സുന്ദരിമാരായിട്ടുള്ള നർത്തകിമാരുടെ പലതരത്തിലുള്ള റഷ്യയിലെ കലാരൂപങ്ങളൊക്കെ ഉള്ള വളരെ മൾട്ടി കളർ കലണ്ടറുകൾ, അത് റഷ്യയിൽ അച്ചടിച്ച കലണ്ടറുകളായിരുന്നു അന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും നല്ലൊരു കൾച്ചറൽ എക്സ്ചേഞ്ചും ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ഉണ്ടായിരുന്നത്. നമ്മൾ ട്രംപിനെ ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ്, നീ എന്റെ ഫ്രണ്ടാണ്, പക്ഷെ ഇതിനെക്കാട്ടിയും ഒരു പഴയ ഫ്രണ്ട് എനിക്കുണ്ട്. എന്നെ എന്താവശ്യത്തിന് വിളിച്ചാലും എനിക്ക് ഏത് പാതിരാത്രിക്കും എന്റെ കൂടെ വരുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മോദി ഇപ്പോൾ ആ ഒരു ഫ്രണ്ട് എന്നുള്ള ടെർമിനോളജി വെച്ചെന്നാണ് എനിക്കത് മനസ്സിലാക്കിയപ്പോൾ അത് തോന്നുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മളും റഷ്യയുമായിട്ട് ഒരു തരത്തിലുള്ള ശത്രുതയും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. നമ്മൾ റഷ്യയും തമ്മിൽ ഒരു കാര്യത്തിന്റെ പുറത്തും ഒരു വിയോജിപ്പ് ഇത്ര നാളായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ട്രംപിനെ ഉദ്ദേശിച്ച് കൊണ്ട് മാത്രമാണ് മോദി ഈ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അത് ട്വീറ്റ് ചെയ്യുന്ന സമയം ആയപ്പോ തന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ അജിത് ഡോവൽ ഓൾറെഡി അവിടെ പുടിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം റഷ്യൻ ന്യൂസ് മീഡിയയിലായിട്ട് റഷ്യ ടുഡേ എന്ന് പറഞ്ഞ റഷ്യയുടെ നാഷണൽ മീഡിയ ആണ്, അതിന് ഇംഗ്ലീഷ് ഓൺലൈൻ പതിപ്പ് ഉണ്ട്. അത് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇന്ത്യയും റഷ്യയുമായിട്ട് ഉണ്ടാകുന്ന ഇപ്പോഴത്തുള്ള ഈ പുതിയ ഡെവലപ്മെന്റ്സ് ഒക്കെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് അവർ കവർ ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. റഷ്യ ടുഡേയുടെ പോർട്ടൽ, നമ്മൾ ന്യൂസ് പോർട്ടൽ എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ തന്നെ അവരിപ്പം വളരെ സ്ട്രാറ്റജിക് ആയിട്ട് വേൾഡ് ന്യൂസ് ബിസിനസ് എന്ന് കഴിഞ്ഞാൽ അടുത്ത ടാബ് ഇന്ത്യ എന്നുള്ള ഒരു ടാബ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ അല്ലാതെ വേറൊരു രാജ്യത്തിനും അതിനകത്തൊരു ടാബ് പോലും ഇല്ല. അത് നമ്മളെ വെബ്സൈറ്റിനകത്ത് നമ്മൾ ഹോം പേജ് നോക്കുമ്പോൾ അപ്പൊ അത്രയും സ്ട്രാറ്റജിക് ആയിട്ട് ഇന്ത്യയുടെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട്. ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റഷ്യ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അവിടുത്തെ സാമ്പത്തിക വിദഗ്ധന്മാരും അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇപ്പം പുതിയതായിട്ടുള്ള ഒരു
ശാക്തിക ചേരി ഇന്ത്യയെ ബേസ് ചെയ്തിട്ടുള്ള, അല്ലെ ചൈനയും ഇന്ത്യയും റഷ്യയും കൂടെ ചേർന്നിട്ടുള്ള ഇൻഡോ ചൈന റഷ്യ നെക്സസ് തന്നെ പുതുതായിട്ട്, ഓൾറെഡി ബ്രിക്സ് ഉണ്ട്, ബ്രിക്സ് ഫ്രെയിംവർക്ക് ഉണ്ട്. കാരണം ബ്രിക്സിന്റെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ ജോഗ്രഫിക്കലി ബ്രസീലായാലും സൗത്ത് ആഫ്രിക്ക ആയാലും വേറെ കോണ്ടിനെന്റ്സിലാണ്. പക്ഷെ ഇന്ത്യ ചൈന റഷ്യ നെക്സസിന് എന്ന് പറയുന്നത് ജോഗ്രഫിക്കലി നമ്മൾ കണക്റ്റഡ് ആണ്. റഷ്യ ആയിട്ട് നമ്മൾ ഡയറക്റ്റ് കണക്റ്റഡ് അല്ലെങ്കിൽ പോലും ത്രൂ ചൈന നമ്മൾ റഷ്യയിൽ കണക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ, പക്ഷെ പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ എടുക്കുവായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ അഫ്ഗാനിസ്ഥാന്റെ തൊട്ടടുത്ത് വരെയുള്ള തജാക്കിസ്ഥാൻ വരെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു ലാൻഡ് ബോർഡേഴ്സ്. ബട്ട് ഇപ്പോൾ നമ്മൾ ഇതൊരു ജോഗ്രഫിക്കൽ ബ്ലോക്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കൺക്ലൂഡ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു എക്കണോമിക് ബ്ലോക്ക് ആയിട്ടോ എന്ത് രീതിയിലും ഇതിനെ നമുക്ക് ഇപ്പം കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരു കോമൺ ശത്രുവിനെതിരെ മൂന്ന് പേര് ഒന്നിക്കുന്ന ഒരു ചിത്രമായിരിക്കും ഇനി അൺഫോൾഡ് ആവുന്നതെന്നാണ് പൊതുവേ ഉള്ള ഈ ഒരു വിലയിരുത്തൽ. ഇപ്പം അമേരിക്കൻ മാധ്യമങ്ങളായാൽ പോലും CNBC പോലുള്ള മാധ്യമങ്ങളെല്ലാം അവർ പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലൊരു ഇതിപ്പോ ചൈനയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോയിട്ടില്ല, പോകാനുള്ള സാഹചര്യം ഉണ്ടെന്ന വാർത്തകളുണ്ട്. പക്ഷെ ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കുന്ന അത്ര നല്ല നയതന്ത്ര ബന്ധമൊന്നുമില്ല. അപ്പോ ഒരു പൊതുശത്രുവിനെ എതിർക്കാൻ ഈ മൂന്നുപേരും കൂടെ ചേരുക എന്ന് പറയുന്നത് കുറച്ച് അതിശയോക്തിയാണോ? അതിശയോക്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിശയോക്തിയാണെന്ന് വേണമെങ്കിൽ ഇപ്പൊ പറയാം. പക്ഷേ ഒരു 6 മാസം മുന്നേ തോളിൽ കൈക്കൊണ്ടിരുന്ന് നടന്ന മോദിയും ട്രംപും ഇപ്പോൾ ശത്രുക്കളായി നമ്മളെല്ലാം കണ്ടേ. അത് അതിശയോക്തിയാണോ എന്ന് ചോദിച്ചാൽ അതും അതിശയോക്തിയാണ് അല്ലെ. അതിശയിക്കുന്ന രീതിയിലാണല്ലോ ഒരു 6 മാസം കൊണ്ട് വേൾഡ് ഓർഡർ മാറി മറിഞ്ഞത്. അതായത് ട്രംപ് അധികാരത്തിലേറ്റപ്പോൾ മോദി ഇവിടുന്ന് പോയി വൈറ്റ് ഹൗസിൽ ചെന്ന് ട്രംപിനെ കണ്ടതാണ്. മറ്റുള്ള ഈവൻ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയെ കാണുന്നതിന് മുന്നേ വരെ മോദിയെ കണ്ടതാണ് ട്രംപ്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ പരസ്പരം സോഷ്യൽ മീഡിയ കൂടെ വെല്ലുവിളിക്കുന്ന ഒരു രീതിയിലും വളരെ മോശമായിട്ട് മോദിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലും ഒക്കെയാണ് ട്രംപ് സംസാരിക്കുന്നത്. ബട്ട് നമുക്ക് എല്ലാവർക്കും പല രീതിയിലും പൊളിറ്റിക്കലായിട്ട് ഇൻഡിഫറൻസ് പല രാജ്യത്തിന്റെ നേതാക്കന്മാരോടോ അല്ലെങ്കിൽ ഭരിക്കുന്ന ആൾക്കാരോടോ ഉണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് പിണറായി വിജയനെ ഇഷ്ടമല്ലായിരിക്കും വ്യക്തിപരമായിട്ട്, ചില ആൾക്കാർക്ക് മോദിയെ ഇഷ്ടമല്ലായിരിക്കും വ്യക്തിപരമായിട്ട്. ബട്ട് ആസ് എ ഹോൾ ഇന്ത്യ എന്നുള്ള രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു ബേസിനെ ആണ് നമ്മളിപ്പം ഇവിടെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല ഉള്ളത്. അത് മോദിയാണ് അത് ചെയ്യേണ്ടത്. ആസ് എ നേഷൻ ആയാലും ആസ് എ കൾച്ചർ ആയാലും ആസ് എ പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയാലും ആസ് എ എക്കണോമിക്കൽ പവർ ആയാലും ഇതിനെല്ലാം നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് മോദിയുടെ കയ്യിലാണ്. അപ്പൊ മോദിയെ ആരെങ്കിലും വെല്ലുവിളിക്കുക എന്നുള്ളത് അത് ഇന്ത്യയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള പാരാമീറ്റേഴ്സ് ഒന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം എന്നാണ് ഇപ്പൊ തോന്നുന്നത്. അല്ലാതെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ബാലിശമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനെക്കാട്ടിയും എന്തുകൊണ്ട് നല്ലത് നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് സംരക്ഷിച്ചേ പറ്റൂ, എത്ര വില കൊടുത്തിട്ടാണെങ്കിലും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചൈനയുമായിട്ട് നമ്മൾ സഹകരിക്കണം. ഇപ്പോൾ US കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമിയും അല്ലെങ്കിൽ ഒരു രാജ്യവും ചൈന തന്നെ, അതിൽ യാതൊരു സംശയമില്ല. സോവിയറ്റ് റഷ്യ ആയിരുന്നു ഒരു കാലഘട്ടം വരെ സോവിയറ്റ് റഷ്യയും ചൈനയും തമ്മിൽ സോവിയറ്റ് റഷ്യയും US തമ്മിലായിരുന്നു ആ ഒരു ടെക്നോളജിക്കൽ റേസ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ 1991 സോവിയറ്റ് യൂണിയൻ ഡിസോൾവ്ഡ് ആയതോടുകൂടി പിന്നെ അവിടുത്തെ സ്ഥിതികളെല്ലാം വളരെ മോശമാണ്. ബട്ട് സ്റ്റിൽ അവരുടെ കാര്യങ്ങൾ അവർക്ക് സംരക്ഷിക്കാൻ അറിയാം. ബട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഡെമോക്രസിയാണ്. ഡെമോക്രസിക്ക് ഒത്തിരി ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ പോളിസികൾ എടുക്കാൻ പറ്റൂ. ബട്ട് ചൈന എന്ന് പറയുന്നത് ഇസ് എ യൂണി പാർട്ടി കോൺസ്റ്റിറ്റ്യൂഷണൽ റിപ്പബ്ലിക് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ സംബന്ധിച്ചിടത്തോളം പോളിസികളിലൊന്നും അവർക്ക് മാറ്റമില്ല. കാരണം ഒരു സിംഗിൾ പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഓൾറെഡി ബേസ്ഡ് ആയിട്ടുള്ള പോളിസിയിൽ ആണ് അവര് ചെയ്യുന്നത്. കാരണം ഈ ട്രംപ് ഫസ്റ്റ് ചൈനയ്ക്ക് ഒരു താരിഫ് കൊടുത്ത സമയത്ത് ചൈനീസ് അംബാസിഡർ US-ലിരുന്ന് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് 5000 വർഷം പഴക്കമുള്ള രാജ്യമായിട്ടാണ്. നമ്മൾ 5000 വർഷമായിട്ട് ഇവിടെ ഉണ്ട്, ഇനിയും നമ്മൾ കാണും, ഇവിടെ തന്നെ കാണും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇന്ത്യയും 5000 വർഷം പഴക്കമുള്ള ഒരു സംസ്കാരമാണ്. നമുക്കിപ്പോ ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ഇന്ത്യ ഇപ്പം റിപ്പബ്ലിക് ആയിട്ട് 1947 നമ്മൾ റിപ്പബ്ലിക് ആയി. അതിനു മുന്നേയും ഇന്ത്യ എന്ന് പറയുന്ന ഈ ജോഗ്രഫി ഇവിടെ ഉണ്ടായിരുന്നു, ഇന്ത്യ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പവർ ഇവിടെ ഉണ്ടായിരുന്നു, ഇന്ത്യ എന്ന് പറയുന്ന എക്കണോമിക് പവർ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളിത് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കും. കുറെ നാൾ രാജഭരണമായിരിക്കും, അത് കഴിയുമ്പോൾ ഡെമോക്രസി വരും. ഇനിയിപ്പോ ഡെമോക്രസി മോശമാണെന്ന് തോന്നി കഴിയുമ്പോൾ ഡെമോക്രസി ഓവർ റൂൾ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഒരു സിസ്റ്റം വരും. ബട്ട് വി വിൽ ബി ഹിയർ. അതാണ് ഇപ്പം ആ ഒരു സ്റ്റാൻഡ് തന്നെയാണ് ഇന്ത്യ ഇപ്പൊ എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ സഹകരിക്കാൻ പറ്റുന്ന നമ്മളുടെ ഐഡിയോളജിയോട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചൈനയാണ്. കാരണം വി ബോത്ത് റെക്കഗ്നൈസ്
എ സിവിലൈസേഷൻ റാദർ ദാൻ എ നേഷൻ. അത് ആ ഒരു ഐഡന്റിറ്റി മാത്രം മതി നമുക്ക് ചൈനയുമായിട്ട് ഒന്നിച്ചു പോകാൻ എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. ഓക്കെ. നോക്കൂ, ഇപ്പോ ട്രംപും പുടിനും തമ്മിലുള്ളൊരു മീറ്റിംഗ് വരുന്നതായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. അത് ഏത് തരത്തിലാണ് ഇനി അത് ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ റഷ്യ, ചൈന, ഇന്ത്യ എന്നുള്ളൊരു 3 രാഷ്ട്രങ്ങൾ അമേരിക്കക്കെതിരെ തിരിയാൻ പോകുന്നു എന്ന് ജഗത്ത് പറയുമ്പോൾ അമേരിക്കയുമായി ചർച്ചയ്ക്ക് പോവുകയാണ് റഷ്യ. അതിനെയും കൂടി ഒന്ന് വിലയിരുത്തേണ്ടതില്ലേ? യുദ്ധം അവസാനിപ്പിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. കാരണം ഞാൻ ഇതിന് മുന്നേ തന്നെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ കാഷ്വാലിറ്റീസ് ഒത്തിരി ആയി കഴിഞ്ഞു. മില്യൺസ് ഓഫ് ആൾക്കാർക്ക് ലൈഫ് നഷ്ടപ്പെട്ടു. ഒത്തിരി പേര് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് പോയി. പിന്നെ എക്കണോമിക്ക് തന്നെ അത് വലിയൊരു മോശമാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് പുടിൻ ട്രംപ് ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ പുടിനെ ഒന്ന് സുഖിപ്പിച്ച് പതപ്പിച്ച് ഒന്ന് യുദ്ധം നിർത്തിക്കാന്നുള്ളത്. മഹാനാണ്, വലിയ വ്യക്തിയാണ്, ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കര രാജാവിനെക്കാട്ടി വലിയ രാജ്യഭക്തിയായിരുന്നു ട്രംപ് ആദ്യം കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ സുഖിപ്പിച്ച് പതപ്പിച്ച് ശരിയാക്കാമെന്ന് നോക്കിയപ്പോഴത്തേക്ക് പുടിന് ആ കാര്യം അറിയാം. കാരണം അമേരിക്കക്കാരാണ്, ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നുള്ള പുടിന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അതിൽ പുടിൻ വീണില്ല. അതുകൊണ്ടാണ് ഈ യുദ്ധം ഇത്രയും നാളായിട്ട് നീണ്ടുപോകുന്നത്. അദ്ദേഹം ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം തീർക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ഇപ്പോ 5 മാസമായിട്ട് ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ട ശേഷം ഇപ്പൊ കുറച്ച് ആ ഒരു ഡയലോഗുകളെല്ലാം മാറ്റിവെച്ച് ഇപ്പം ഒരു യൂണിലാറ്ററൽ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് വന്ന ശേഷം ഇതിനൊരു റെസൊല്യൂഷൻ ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ അലാസ്കയിൽ വെച്ച് 15-ാം തീയതി മീറ്റ് ചെയ്ത ശേഷം കാര്യങ്ങൾ സംസാരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പം 15-ാം തീയതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട അജണ്ട എന്താണെന്ന് അത് ട്രംപ് എപ്പോഴും വ്യക്തമായിട്ടില്ല. പക്ഷെ ഇടയ്ക്ക് വെച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഒരു ടെറിട്ടറിയൊക്കെ സാപ്പ് ചെയ്യും എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഇവർ പരസ്പരം പിടിച്ചടക്കിയ മേഖലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് സെറ്റിൽ ചെയ്യും എന്നൊക്കെ ആയിരുന്നു ട്രംപ് അദ്ദേഹം തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പുടിൻ അതിനോടൊന്നും യോജിക്കുന്നില്ല. പുടിന്റെ വായിൽ നിന്നല്ലാതെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വാക്ക് ഇപ്പോഴും പുടിൻ പറഞ്ഞിട്ടില്ല. കാരണം പുടിൻ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടും അളന്ന് മാത്രം സംസാരിക്കുകയാണ്, വെറും വാക്ക് പറയാറില്ല. അപ്പൊ അത് കാരണം ഈ കുറെ സ്പെക്കുലേഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ സ്പെക്കുലേഷൻസിന്റെ പുറമെ പുടിൻ പോകുന്നില്ല. അത് നേരത്തെയും അദ്ദേഹം പോയിട്ടില്ല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ആണെന്നുണ്ടെങ്കിൽ സെലൻസ്കിയുമായിട്ടും സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് റഷ്യ ടുഡേ ഉദ്ധരിച്ച് എനിക്ക് പറയാൻ പറ്റുന്നത്. അങ്ങനെയാണ്. കാരണം പുടിൻ സെലൻസ്കിയുമായിട്ട് ചർച്ച ചെയ്യാൻ പുടിന് വിമുഖതയൊന്നുമില്ല. പക്ഷെ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുടിൻ അതിന് തല ആട്ടിയിട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ കൈ കൊടുത്തിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ട്രംപ് പറയുന്നത് പോലെ മൊത്തം കാര്യങ്ങളും പുടിൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നമുക്ക് അറിയാനേ പറ്റും. 15-ാം തീയതി വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു യുദ്ധം അവസാനിക്കേണ്ടതിന്റെ ആവശ്യകത യൂറോപ്പിനാണ് ആദ്യമേ ഉള്ളത്. അത് തീർന്നു കഴിഞ്ഞാൽ യൂറോപ്പിലുള്ള ടോട്ടൽ സെക്യൂരിറ്റി ഇഷ്യൂസിനൊക്കെ ഒരു ശമനം വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജിയോ പൊളിറ്റിക്സിന്റെ കാലത്ത് നമുക്ക് ആർക്കും അങ്ങനെ മുൻവിധികളോ അല്ലെങ്കിൽ പണ്ട് എന്തായിരുന്നു എന്നത് വെച്ചിട്ട് ഇനിയൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കില്ല. ഒരു ന്യൂ വേൾഡ് ഓർഡർ എന്തായാലും അമേരിക്ക നടത്തുന്ന താരിഫ് വാറിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് ജഗത്തിന്റെ കൺക്ലൂഷൻ. എന്തായാലും ജഗത് പറയുന്നത് വിശ്വാസത്തിലെടുത്തേ പറ്റുള്ളൂ. കാരണം അമേരിക്കയും ഇന്ത്യയും തമ്മിൽ അത്രയധികം റൊമാൻസ് ആയിരുന്നു, അത് മാറിയിരിക്കുന്നു. ഇനി എന്ത് സംഭവിക്കുമെന്ന് ഓരോ ദിവസങ്ങൾ വഴി നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. കാരണം നന്ദി ജഗത് ജയപ്രകാശ്, മറന്നാളോട് സംസാരിച്ചു. ഒരുപാട് നന്ദി. താങ്ക് യു.